ഇന്നെടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇറഗുലർ പാസ്റ്റ് വേർബ്സ് ഇൻ സിമ്പിൾ പാസ്റ്റ്. ഇറഗുലർ പാസ്റ്റ് വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ്സ് ദാറ്റ് ഡു നോട്ട് ഫോളോ ദ സ്റ്റാൻഡേർഡ് പൊസിഷൻ ഓഫ് ആഡിങ് ഇ ഡി ടു ഫോം ദ പാസ്റ്റ് ടെൻസ് ആൻഡ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുക, അതിൽ ഇ ഡി ഫോം ഉണ്ടാവില്ല, വെർബിന് ഇ ഡി ഫോം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഈറ്റ് എന്ന് പറയുമ്പം എയ്റ്റ് എന്നേ പറയുള്ളൂ, ഈറ്റഡ് എന്ന് പറയില്ല, എയ്റ്റഡ് എന്നും പറയില്ല. അത് കറക്റ്റാണോ ഫോം? അല്ല. അതങ്ങനെയുള്ള സെൻറ്റൻസസ്. ഈറ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ്, കഴിഞ്ഞ കാര്യമല്ല പറയുന്നത്, അപ്പം എയ്റ്റ് എന്ന് വരും. ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഡ്രാങ്ക് എന്ന് വരും, ഡ്രാങ്ക്, DRANK, ഡ്രാങ്ക്. സ്ലീപ്പ് എന്ന് പറയുമ്പോൾ സ്ലെപ്റ്റ് എന്ന് വരും, SLEPT. ഗോ എന്ന് പറയുമ്പോൾ വെൻറ്റ് എന്ന് വരും, WENT. സി എന്ന് പറയുമ്പം കണ്ടു എന്നുള്ള സി എന്ന് പറയുമ്പം സോ എന്ന് വരും, SAW. ബൈ, ബോട്ട്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ SEND എന്ന് വരുമ്പം ABCD കഴിഞ്ഞിട്ടുള്ള ഡി വരുമ്പോൾ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ആൻസറിൽ സെൻറ്റ് എന്നേ വരില്ല, അതായത് SEENT. ഡി അല്ല, ടി. ഓക്കെ, ടോപ്പിൻ്റെ ടി, അതാണ് ആൻസറിൽ വരിക. ആ ടി ആണ് ആൻസറിൽ വരിക, സെൻറ്റ്. വേക്കപ്പ് എന്ന് പറയുമ്പോൾ വോക്കപ്പ്. മീറ്റ് എന്ന് പറയുമ്പോൾ മെറ്റ്, ആൻസറിൽ വരണം. സ്പീക്ക് എന്ന് പറയുമ്പോൾ ആൻസറിൽ സ്പോക്ക് എന്ന് വരണം, SPOKE. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കറക്റ്റ് സെൻറ്റൻസ് ചൂസ് ചെയ്യുക. ഓപ്ഷൻസ്: ഫസ്റ്റ് ഓപ്ഷൻ, ഐ വെൻറ്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ, ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, ഐ ഗോഡ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടോ നമ്മൾ ഇതിൽ ഇംഗ്ലീഷിൽ ഗ്രാമറിൽ? ഐ ഗോഡ് എന്നൊന്നും പറയില്ല, GOED, ഗോഡ് അങ്ങനെ പറയില്ല. ഐ വെൻറ്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ അങ്ങനെയേ പറയുള്ളൂ. അപ്പോൾ അതാണ് കറക്റ്റ്, ഐ വെൻറ്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. ഇറഗുലർ വേർബ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇറഗുലർ വേർബ് കറക്റ്റ്ലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ചൂസ് ചെയ്യുക. ഷീ ബൈഡ് എ ന്യൂ ഫോൺ, BYED. അങ്ങനെ സെൻറ്റൻസ് ഉണ്ടോ നമ്മളെ ഇംഗ്ലീഷ് ഗ്രാമറിൽ? ഇല്ല. ഷീ, സെക്കൻഡ് ഓപ്ഷനും കൂടി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, ഷീ ബോട്ട് എ ന്യൂ ഫോൺ, ഷീ ബോട്ട്. അപ്പോൾ അതാണ് കറക്റ്റ് വരിക. ബൈ എന്ന് പറയുമ്പോൾ ബോട്ട് എന്ന് വരണം. ഓക്കെ. മൂന്നാമത്തത്, കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ. ദേ ഡ്രാങ്ക് കോഫി ദിസ് മോർണിംഗ്, ദേ ഡ്രിങ്ക്ഡ് കോഫി ദിസ് മോർണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇറഗുലർ വേർബ്സിൽ, പാസ്റ്റ് വേർബ്സിൽ ഡ്രിങ്ക്ഡ് എന്നോ ED ഫോം വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഡ്രാങ്ക് കോഫി ദിസ് മോർണിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഡ്രിങ്ക്, ഡ്രാങ്ക് എന്നാണ് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അതായത് ED ഫോം വരില്ല എന്ന് ആലോചിച്ചാൽ മതി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹി സീഡ് ദ മൂവി ലാസ്റ്റ് വീക്ക്, ഹി സോ ദ മൂവി ലാസ്റ്റ് വീക്ക്. അപ്പോൾ എന്താ സീൻ എന്താണ് ആൻസറിൽ? സീന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ആൻസറിൽ എന്ത് വരണം? സോ വരണം, SAW എന്ന് വരണം. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഹി സോ ദ മൂവി ലാസ്റ്റ് വീക്ക്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് കേൾക്കും? പാസ്റ്റ്, ഇറഗുലർ പാസ്റ്റ് വേർബ്സ് യൂസ് ചെയ്തിട്ട്. ഐ ഏറ്റ്, ഈറ്റ് എന്നുള്ളത് ആൻസറിൽ വരുമ്പം 8 എന്ന് വരും, ATE എന്ന് വരും. ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. അടുത്ത ക്വസ്റ്റ്യൻ, അവൾ ഇന്നലെ സ്കൂളിൽ പോയി. ഷീ ഗോ എന്നുള്ളത് ഇംഗ്ലീഷിൽ ആൻസറിൽ വരുമ്പം ആൻസറിൽ വരുമ്പം വെൻറ്റ് എന്ന് വരും. ഷീ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. അവൻ വെള്ളം കുടിച്ചു. ഹി ഡ്രിങ്ക് എന്നുള്ളത് ഡ്രാങ്ക് ആവും, ഹി ഡ്രാങ്ക് വാട്ടർ. അവൻ സൺസെറ്റ് കണ്ടു. ഹി സോ ദ സൺസെറ്റ്. സീ എന്നുള്ളത് സോ ആവും, കണ്ടു എന്നുള്ള. ഹി സോ ദ സൺസെറ്റ്. നമ്മൾ പച്ചക്കറി വാങ്ങി. വി ബോട്ട് വെജിറ്റബിൾസ്. ബൈ എന്നുള്ളത് ബോട്ടാവും, വി ബോട്ട് വെജിറ്റബിൾസ്. നീ ഇന്നലെ രാത്രി ഉറങ്ങി. യു സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്.
സ്ലീപ്പ് എന്നുള്ളത് സ്ലെപ്റ്റ് എന്ന് വരും. ഞാൻ ഇന്നലെ രാവിലെ 6 മണിക്ക് ഉണർന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് ഉണർന്നു. ഐ വോക്കപ്പ് അറ്റ് 6 AM ടുഡേ. വേക്കപ്പ് എന്നുള്ളത് വോക്കപ്പ് എന്നാവും. വോക്കപ്പ്. അവൾ ഇന്നലെ അവളുടെ ഫ്രണ്ടിനെ കണ്ടു. ഷീ മീറ്റ് എന്നുള്ളത് മെറ്റ് എന്നാവും ആൻസറിൽ. ഷീ മെറ്റ് എ ഫ്രണ്ട് യെസ്റ്റർഡേ. അവൻ ഇന്ന് രാവിലെ ഇമെയിൽ അയച്ചു. ഹീ സെൻറ്റ് ഇമെയിൽ ടുഡേ മോർണിംഗ്. ഹീ സെൻറ്റ്, അതായത് ഏത് ടി ആണ് വരേണ്ടത്? ABCD ക്വസ്റ്റ്യനിൽ വരുമ്പം ആൻസറിൽ ടോപ്പിൻ്റെ ടി വരണം. അത് 10ൻ്റെ ടി വരണം. സെൻറ്റ്, SENT. സെൻറ്റ് ഇമെയിൽ ടുഡേ മോർണിംഗ്. അവർ ഒരുമിച്ച് ടീ കുടിച്ചു. ദേ ഡ്രാങ്ക് ടീ ടുഗദർ. ഡ്രിങ്ക് എന്നുള്ളത് ഡ്രാങ്ക് ആവും. ഞങ്ങൾ ടീച്ചറിനോട് സംസാരിച്ചു. വി സ്പോക്ക് ടു ദ ടീച്ചർ. സ്പീക്ക് എന്നുള്ളത് സ്പോക്ക് ആവും. വി സ്പോക്ക് ടു ദ ടീച്ചർ. ഞാൻ അടുത്തിടെ ഒരു പുതിയ ബുക്ക് വാങ്ങി. ഐ ബോട്ട് എ ന്യൂ ബുക്ക് റീസെൻ്റ്ലി. ബൈ എന്നുള്ളത് ബോട്ട് ആവും. ഐ ബോട്ട് എ ന്യൂ ബുക്ക് റീസെൻ്റ്ലി. അവൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ച് കഴിച്ചു. ഷീ എയ്റ്റ് ലഞ്ച് അറ്റ് 1 PM. ഈറ്റ് എന്നുള്ളത് 8 എന്ന് വരും. അവൻ ഓഫീസിൽ പോയി. ഹി വെൻറ്റ് ടു ഓഫീസ്. ഗോ എന്നുള്ളത് വെൻറ്റ് എന്ന് വരും. അവർ ഇന്നലെ രാത്രി ഉറങ്ങി. ദേ സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. സ്ലീപ്പ് എന്നുള്ള സ്ലെപ്റ്റ് എന്ന് വരും. ഞാൻ ഇന്നലെ എൻ്റെ കസിനെ കണ്ടു. ഐ സോ മൈ കസിൻ യെസ്റ്റർഡേ. സി എന്നുള്ളത് കണ്ടു എന്നുള്ള സി എന്താവും? ആൻസറിൽ എന്താവും? സോ ആവും. SAW. ഐ സോ മൈ കസിൻ യെസ്റ്റർഡേ. വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് ദിസ് മോർണിംഗ്? ഐ വോക്ക് അപ്പ് അറ്റ് 8 PM ടുഡേ. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഐ എയ്റ്റ് വെള്ളയപ്പം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. 8 എന്നാണ് വരിക. ATE. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ക്വസ്റ്റ്യനിൽ ഗോ എന്ന് കണ്ടപ്പം നമ്മൾ ആൻസറിൽ എന്ത് എഴുതണം? വെൻറ്റ് എന്ന് എഴുതണം. ഐ വെൻറ്റ് ടു ദ ടെമ്പിൾ യെസ്റ്റർഡേ. വാട്ട് ഡിഡ് യു ഡ്രിങ്ക് ദിസ് മോർണിംഗ്? ഐ ഡ്രാങ്ക് ടീ ആൻഡ് മിൽക്ക് ടുഡേ മോർണിംഗ്. ദിസ് മോർണിംഗ്. ഡ്രിങ്ക് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ആൻസറിൽ ഡ്രാങ്ക് എന്നാണ് വരണം. വാട്ട് ടൈം ഡിഡ് യു സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്? ഐ സ്ലെപ്റ്റ് at 10:30 PM ലാസ്റ്റ് നൈറ്റ്. സ്ലീപ്പ് എന്നുള്ള ക്വസ്റ്റ്യനിൽ വന്ന ആൻസറിൽ അത് സ്ലെപ്റ്റ് എന്ന് വരണം. SLEPT. വാട്ട് ഡിഡ് യു ബൈ റീസെൻ്റ്ലി? ഐ ബോട്ട് ഫിഷ് റീസെൻ്റ്ലി. ബൈ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ആൻസറിൽ അത് ബോട്ട് ആവണം. BOUGHT. ഹൂ ഡിഡ് യു മീറ്റ് യെസ്റ്റർഡേ? ഐ മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ക്വസ്റ്റ്യനിൽ മീറ്റ് എന്ന് കണ്ടാൽ ആൻസറിൽ മെറ്റ് എന്ന് വരണം. MET. ഹൂ ഡിഡ് യു സെൻഡ് എ മെസ്സേജ് ടുഡേ? ഐ സെൻഡ് എ മെസ്സേജ് ടു മൈ കസിൻസ് ടുഡേ. ക്വസ്റ്റ്യനിൽ SEND എന്ന് കണ്ടാൽ ആൻസറിൽ SENT വരണം. നേരത്തെ ഞാൻ പറഞ്ഞ കേസ് തന്നെ. സെൻഡ് എന്ന് വരും. വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ് യു സോ വെൻ യു വോക്ക് അപ്പ്? നിങ്ങൾ എന്താണ് ആദ്യം കണ്ടത് നിങ്ങൾ എഴുന്നേറ്റ സമയത്ത്, ഉണർന്ന സമയത്ത്? ദ ഫസ്റ്റ് തിങ് ഐ സോ വാസ് മൈ മദർ. സി എന്നുള്ളത് ആൻസറിൽ സോ എന്ന് വരും. SAW. സോ വാസ് മൈ മദർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് യു സ്പീക്ക് ടു യുവർ പാരൻസ്? ക്വസ്റ്റ്യനിൽ സ്പീക്ക് എന്നാണുള്ളത്. ആൻസറിൽ അത് സ്പോക്ക് എന്ന് വരണം. SPOKE. ഐ സ്പോക്ക് ടു മൈ പാരൻസ് ടുഡേ മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇറഗുലർ വേർബ്സ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ആർട്ടിക്കിൾസ് ആണ്. അത് അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.